PW4 വിമൽ ശ്രീധർ. പേരെന്താണ്? വിമൽ. ഈ കേസിലെ പ്രതിയും വിക്ടിമും ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്? അതെ. അവർ തമ്മിൽ വെറും സൗഹൃദം മാത്രമാണോ അതോ അതിൽ കവിഞ്ഞ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് വിമലിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പരക്കെ ഒരു റൂമറുണ്ട്. റൂമർ അല്ലേ? അതിപ്പോ ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? പക്ഷെ റൂമർ ആണെങ്കിലും അതങ്ങനെ വെറുതെ ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ? അവർ ഓഫീസിൽ എപ്പോഴും ഒരുമിച്ചാണ്, ബ്രേക്ക് സമയത്തും ഈവൻ അവധി ദിവസങ്ങളിൽ പോലും അവർ ഒരുമിച്ച് കണ്ടവരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ ക്യാബ് സർവീസ് ഉണ്ട്, പക്ഷെ അനുഷയെ പല ദിവസവും രാത്രി ഡ്രോപ്പ് ചെയ്യുന്നത് ഗൗതമാണ്. യുവർ ഓണർ, ഈ വക ഗോസിപ്പുകളൊന്നും കോടതിയിൽ തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല. ഇത്തരം കേസുകളിൽ പ്രതിയുടെ ഇന്റൻഷൻ അറിയുക എന്നത് വളരെ അത്യാവശ്യമാണ്. പ്രതിയുടെ വിക്ടിമിനോടുള്ള പെരുമാറ്റം കണ്ട് അവരുടെ ഓഫീസിലെ സഹപ്രവർത്തകരെല്ലാം വിശ്വസിച്ചിരുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നായിരുന്നു. ഒരാൾക്ക് തെറ്റുപറ്റാം, ഇത്രയധികം ആളുകൾക്ക് തെറ്റുവോ? യുവർ ഓണർ, ഓഫീസിൽ അവർ ഒരുപാട് നേരം ഒരുമിച്ച് ചെലവഴിച്ചതാണ്. പ്രതി താമസിക്കുന്ന അതേ റൂട്ടിലാണ് അനുഷയുടെ PG. പോകുന്ന വഴിക്ക് ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്തെന്ന് വരാം. ഇതിന്റെ ഒക്കെ അർത്ഥം അവർ പ്രണയത്തിലാണെന്നല്ല, നല്ലൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് ആ കുട്ടി തെറ്റിദ്ധരിച്ചതാണ്. ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിനിടയിൽ പ്രണയം ഉണ്ടാവില്ല എന്നാണോ ഡിഫൻസ് ലോയർ പറയുന്നത്? അതെ, നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്തു വെച്ചാവാം. ഡിഫൻസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ക്രോസ് എക്സാമിനേഷൻ ടൈമിൽ പറഞ്ഞാൽ മതി. സോറി യുവർ ഓണർ. അന്ന് രാത്രി ഗൗതമിന്റെ ഫ്ളാറ്റിലേക്ക് അനുഷയോടൊപ്പം വിമലും പോയിരുന്നു. അവിടെ പോകാനുണ്ടായ സാഹചര്യവും തുടർന്ന് അവിടെ നടന്ന സംഭവങ്ങളും കൃത്യമായിട്ടൊന്ന് പറയാമോ? വരാനിരിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ടായിരുന്നു ഗൗതമിന്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ പോയത്. ഫ്ലാറ്റിൽ അന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് അനുഷയെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തത്. പിന്നെ ഡിസ്കഷന്റെ ഇടയ്ക്ക് അവർ ചെറുതായിട്ട് മദ്യപിച്ചിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഗൗതത്തിന്റെ ഐഡിയ ആയിരുന്നു. വിമൽ മദ്യപിച്ചില്ലേ? ഇല്ല, എനിക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ മദ്യപിച്ചില്ല. അപ്പൊ പ്രതിയുടെ ഉദ്ദേശം അനുഷ മാത്രമായിരുന്നു. ഓക്കെ, കണ്ടിന്യൂ. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകി തുടങ്ങിയോണ്ട് ഗൗതം തന്നെയാണ് എന്നോട് പൊക്കോളാൻ പറഞ്ഞത്. ഡിസ്കഷനിടയ്ക്ക് എപ്പോഴെങ്കിലും ഗൗതം അനുഷയെ മദ്യപിക്കാൻ നിർബന്ധിച്ചിരുന്നോ? ഇല്ല. നിർബന്ധിച്ചിരുന്നു എന്നാണല്ലോ വിക്ടിമിന്റെ മൊഴി. അനുഷ 2 ഗ്ലാസ് വൈൻ കുടിച്ചപ്പോൾ തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ സംസാരം നീണ്ടുപോയപ്പോ ഗൗതം തന്നെയാണ് ഓഫർ ചെയ്തത്. അപ്പോ അനുഷ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഗൗതം നിർബന്ധിച്ചപ്പോൾ അല്ലേ? യുറോണ്, പ്രതി വിക്ടിമുമായി പ്രണയം സ്ഥാപിച്ച ശേഷം തന്റെ വീട്ടിൽ മറ്റാരുമില്ലാത്ത തക്കം നോക്കി അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരയെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയും വിമലിനെ പറഞ്ഞയച്ച ശേഷം തനിക്ക് കിട്ടിയ അവസരം മുതലെടുക്കുകയുമാണ് ചെയ്തത്. പ്രതിയുമായി പ്രണയത്തിലായിരുന്ന എന്റെ കക്ഷി ഈ ചതി തിരിച്ചറിഞ്ഞില്ല. ദാറ്റ്സ് ഓൾ, യുറോണ്. വിമൽ, അനുഷ അന്ന് രാത്രി മദ്യപിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ഗൗതം കൊടുത്തതാണോ? അല്ല. പിന്നെ? അനുഷ വൈൻ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചിരുന്നു. ഓ, ഓക്കെ. ഫ്ളാറ്റിലെത്തിയതിനു ശേഷം അനുഷ വാങ്ങിയ വൈൻ അനുഷ കുടിച്ചത് ഗൗതം നിർബന്ധിച്ചിട്ടാണോ? അല്ല. അല്ല. ശരി, വിമലല്ലേ അനുഷയെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തത്? അതെ. എന്നാൽ സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അനുഷയോട് കൂടെ വരുന്നു എന്നൊരു വാക്ക് ചോദിക്കാനുള്ള ബാധ്യതയില്ലേ? ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ ഗൗതം ഡ്രോപ്പ് ചെയ്തോളാന്ന് പറയായിരുന്നു. എന്നാലും വിമല കാണിച്ചത് ശരിയാണോ? ഒരു പുരുഷനോടൊപ്പം, അതും തന്റെ സീനിയർ പോസ്റ്റിലുള്ള ഒരു വ്യക്തി, ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഗൗതമിനോട് അതെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പേടിക്കേണ്ടതായിട്ടോ പറയാതിരിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ അനുഷയ്ക്ക് അവിടെ നിൽക്കുന്നതിൽ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ വേണമെങ്കിൽ അനുഷയ്ക്ക് വിമലിനോടൊപ്പം ഇറങ്ങാമായിരുന്നു എന്നാണോ? തീർച്ചയായും. യൊറോണ്, എന്റെ കക്ഷിക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന ചതി എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അന്ന് രാത്രി മദ്യപിക്കാം എന്ന പ്ലാൻ എന്റെ കക്ഷി പറഞ്ഞപ്പോൾ തനിക്കുള്ള വൈനും വാങ്ങിയാണ് അനുഷ അവിടെ എത്തിയത്. പിന്നീട് വിമലിനോടൊപ്പം തിരികെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടും ഷീ ചോസ് ടു സ്റ്റേ ബാക്ക്. ഇവിടെയൊക്കെ വിക്ടിമിന്റെ കൺസെന്റ് ഉണ്ട്. അതിനുശേഷം അവര് തമ്മിലുണ്ടായ ശാരീരിക ബന്ധവും കൺസെൻഷ്വൽ ആയിരുന്നു. അപ്പോൾ 2 പേർക്കും ഒരേ താല്പര്യങ്ങളും തീരുമാനങ്ങളും ഉള്ളപ്പോൾ എന്റെ കക്ഷി മാത്രം കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണ്? അവനുണ്ടോ? അവനോ? എബിനുണ്ടോന്ന്? ആ സാറുണ്ട്. ഹലോ, നിങ്ങൾ തമ്മിൽ എന്താടാ പ്രശ്നം? ഹേയ്, കോടതിയിൽ ബഹളമൊക്കെ അവിടെ തീരും. കേസൊന്നും ഞങ്ങളെ ബാധിക്കാറില്ല. കേസ് വിട്, വേറെ എന്തെങ്കിലും?
ഞാനിപ്പോ അവളെ കണ്ടിട്ടാ വരുന്നത്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? ഹാ ചെറിയൊരു അതൊരു പ്രശ്നമൊന്നുമല്ല. 2 ദിവസം മുമ്പ് ജോസേട്ടൻ വീട്ടിൽ വന്നപ്പോ അയാളൊരു വൃത്തികെട്ട വർത്താനാണ് പറഞ്ഞത്. ഞാൻ ഇവനെ ഓർത്ത് മാത്രമാണ് തിരിച്ചൊന്നും പറയാത്തത്. എന്നാ ഇവൻ എന്തെങ്കിലും പറഞ്ഞൂടെ? ഒരൊറ്റ അക്ഷരം മിണ്ടില്ല. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു വിട്ടാ പോരെ? നീ അങ്ങനെ വിട്ടതാണ് അവളുടെ മനസ്സിൽ കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ കിണ്ടി കിണ്ടി ചോദിച്ചോണ്ട് അറിഞ്ഞു. അവള് കുറച്ച് സ്ട്രെസ്ഡ് ആണ്. ആ, ആയില്ലെങ്കിലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഹണിമൂൺ പോകേണ്ട സമയത്ത് നേരെ പോയത് കോടതിയിലേക്ക്. അതും ഒരു കേസിന്റെ 2 അറ്റത്ത്. ആരായാലും തെറ്റ്. ഞാനൊരു വഴി പറയാം. മധുവിന് ഇപ്പൊ ആവശ്യം ഒരു ചേഞ്ചാണ്. ഉമയാണെങ്കിൽ കുറച്ചു നാളായിട്ട് നിങ്ങൾക്കൊരു വിരുന്ന് തരണമെന്ന് പറയുന്നുണ്ട്. ഈ പേരും പറഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാം. എന്നിട്ട് ഇടയ്ക്ക് തഞ്ചത്തിന് ഈ ജോസിന്റെ പ്രശ്നം ഞാൻ കോംപ്രമൈസ് ആക്കി തരാം. ആ ടോപ്പിക് എടുത്തിടണോ? വെറുതെ വഷളാവത്തേ ഉള്ളൂ. ദാമ്പത്യത്തിൽ നിന്നേക്കാൾ എക്സ്പീരിയൻസ് എനിക്കാണ്. ഇതൊക്കെ മുളയിലേ നുള്ളണം. നീ ധൈര്യമായിട്ട് വാ, ഞാൻ സെറ്റാക്കി തരാമെന്ന്. ഓക്കെ. കുറച്ച് ബീഫ് ടേസ്റ്റ് ചെയ്യുന്നോ? വറുത്തരച്ച് വെച്ചാ ആ കുട്ടി കഴിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വെറുതെ എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? അല്ലെങ്കിലും അതെ, വെജിറ്റേറിയൻസിനെ കാണുമ്പോ എല്ലാവർക്കും ഉള്ള ചോർച്ചില്ല. എന്നാ പറഞ്ഞു ഒഴിക്കട്ടെ. വേണ്ടോ വണ്ടി ഓടിക്കണോ? വണ്ടിയിൽ നമ്മുടെ സ്റ്റിക്കർ ഇല്ലേ, പിന്നെ ആര് കൈ കാണിക്കാനാ? ഫോറിൻ കുപ്പിയല്ലേ, വെറുതെ നിർബന്ധിക്കണ്ട. നമുക്ക് അടിച്ചു തീർക്കാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് അടിച്ചു തീർക്കാനേ ഉള്ളൂ. എവിടെന്നാ കുപ്പി? ഇവളുടെ ചേട്ടൻ തന്നാ. അവനെ കൊണ്ട് 2 വർഷം കൂടുമ്പോ ഉണ്ടാകുന്ന ഏക ഉപകാരമാണ്. Cheers. ഡേ പിന്നെ എന്റെ അറിവില് ഒരാളിയനെ കൊണ്ട് ഇത്രയും ഗുണം ഉണ്ടായത് നിനക്ക് മാത്രമാണ്. ആ പറഞ്ഞ പോലെ ജോസ് എന്ത് പറയുന്നു? കള്ളു വെച്ചോടൊക്കെ എന്നിട്ട് പോന്നാ? പുള്ളിയുടെ അടുത്ത് ഇവിടെ ഒരു ബാർ തുടങ്ങാൻ പറയണം. നമുക്ക് ഡ്രൈഡേക്ക് സാധനം കിട്ടുമല്ലോ. കളിയാക്കാൻ പറഞ്ഞല്ല, പുള്ളി ചിലപ്പോ അതൊക്കെ ചെയ്യുന്ന വരും. അങ്ങനത്തെ മൈൻഡാണ് അല്ലേ മധു? അല്ല, ജോസ് ഒരു ഉപകാരിയല്ലേന്ന്. അതൊക്കെയാണ്, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. എന്താ മധു? പുള്ളിക്ക് പക്ഷെ സംസാരിക്കാൻ അറിയില്ല എന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് അയാളുടെ ഒരു സംസാര രീതി അങ്ങനെ. ഒന്നും ഉള്ളി വെച്ചിട്ടൊന്നും അല്ല. നമുക്കിനിയിപ്പം ആരെയും തിരുത്താനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാളിന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ നമ്മളനുസരിച്ച് അങ്ങ് നിന്നാ പോരെ, അല്ലേ? എനിക്കത് ബുദ്ധിമുട്ടാ മുഴുവരെ. എബിനെ കൊണ്ട് പറ്റും. ഇവൻ പൊതുവെ അയാളുടെ സൈഡാ. ഞാൻ ആരുടെയും സൈഡല്ല. ആ, ഡിപ്ലോമസി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പുള്ളി എതിർത്തൊന്നും പറയില്ല. എന്റെ മുള്ളൂരെ ജോസേട്ടൻ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു ഞങ്ങളുടെ കേസിൽ ഞാൻ തന്നെ ജയിക്കണമെന്ന്. അതിന് പുള്ളിയെ കുറ്റം പറയാനും പറ്റില്ല. പൊതുവെ 375 കേസുകളിൽ പ്രോസിക്യൂഷനല്ലേ ജയിക്കാറുള്ളത്. അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ഡിഫൻസ് വരണം. ഓ, അപ്പൊ അതാണ് സാർ തിരിച്ചൊന്നും പറയാത്തത്. ഡിഫൻസ് വീക്ക് ആണെന്നുള്ള ഒരു ധാരണ സാറിനുണ്ട്. മധു, ഇവൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ് മുഴുവരെ. ഞാനിത് ഇന്നലെ കേട്ടു തുടങ്ങിയതല്ല. ഒരു മെയിൽ ഡോമിനേറ്റിംഗ് പ്രൊഫഷനിലെ ഈ വക പുച്ചൊക്കെ സ്ത്രീകൾക്ക് ശീലമാണ്. പക്ഷെ സ്വന്തം പാർട്ട്ണറുടെ വായന കേൾക്കുമ്പോഴാണ്. എന്റെ മധു, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നിനക്ക് ആവശ്യമില്ലാത്ത കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. എനിക്ക് ഇൻസെക്യൂരിറ്റീസോ? നിനക്ക് അതേ ഉള്ളൂ. നിന്നാരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള വിചാരം നിനക്കുണ്ട്. അതിന്റെ ചൊറിച്ചിലാണ്. ഈ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് എനിക്കല്ല, നിനക്കാണിത്. അയാളുടെ ഔദാര്യത്തിലാണോ നീ പ്രോസിക്യൂട്ടർ കസേരയിൽ കയറിയിരിക്കുന്നത്? അതുകൊണ്ടാണ് അയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിന്റെ നാവിറങ്ങി പോണത്. ഇനി ഈ കേസ് നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്റെ ഈ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ നീ ജയിച്ചാൽ നമ്മുടെ ഓഫീസിൽ പഴയ മുറി ഒഴിഞ്ഞെടുപ്പില്ലേ, ഞാൻ ഈ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് അവിടെ വന്നിരിക്കും.